2 സാമുവേൽ അധ്യായം 8. ദാവീദിൻ്റെ വിജയങ്ങൾ. കുറച്ചു നാളുകൾക്ക് ശേഷം ദാവീദ് ഫിലിസ്ത്യരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മെഥേഗമ അവരിൽ നിന്ന് പിടിച്ചെടുത്തു. അവൻ മോവാബ്യരെയും തോൽപ്പിച്ചു. അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ട് അളന്ന 2 ഭാഗത്തെ കൊന്നു. ഒരു ഭാഗത്തെ വെറുതെ വിട്ടു. അങ്ങനെ മോവാബ്യർ അവന് കീഴടങ്ങി കപ്പം കൊടുത്തു. ദാവീദ് യൂഫ്രട്ടീസ് നദീതീരത്ത് തൻ്റെ അതിർത്തി വീണ്ടെടുക്കാൻ പോകവേ റഹോബിൻ്റെ മകനും സോബാ രാജാവുമായ ഹദദേസറിനെയും തോൽപ്പിച്ചു. അവൻ്റെ 1700 കുതിരക്കാരെയും കാലാൾ പടയിൽ 20,000 പേരെയും ദാവീദ് പിടിച്ചെടുത്തു. അവൻ 100 രഥങ്ങൾക്കുള്ള കുതിരകളെയൊഴിച്ച് ബാക്കിയുള്ളവയെ കുതിഞ്ഞരമ്പ് ഛേദിച്ച് മുടന്തുള്ളവയാക്കി. സോബാ രാജാവായ ഹദദേസറിനെ സഹായിക്കാൻ ദമാസ്കസിലെ സിറിയക്കാർ വന്നപ്പോൾ അവരിൽ 20,000 പേരെ ദാവീദ് കൊന്നുകളഞ്ഞു. ദമാസ്കസിലെ അരാമിൽ ദാവീദ് കാവൽപ്പടയെ നിർത്തി. സിറിയക്കാർ ദാവീദിന് സമാന്തരമായി കപ്പം കൊടുത്തു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിൻ്റെ സേവകർ വഹിച്ചിരുന്ന സ്വർണ്ണ പരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസർ ഭരിച്ചിരുന്ന ബേത്തായിലും ബരോത്തായിലും നിന്ന് ദാവീദ് രാജാവ് വളരെയധികം വെള്ളോടും കൈവശപ്പെടുത്തി. ഹദദേസറിൻ്റെ സർവ്വസൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടു. ദാവീദിനെ അഭിവാദനം ചെയ്യാനും ഹദദേസറിനെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനും തോയി തൻ്റെ മകൻ യോറാമിനെ ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്തെന്നാൽ ഹദദേസർ പലപ്പോഴും തോയിയുമായി യുദ്ധത്തിലായിരുന്നു. വെള്ളി, സ്വർണം, ഊട് ഇവ കൊണ്ടുള്ള ഉപകരണങ്ങളും യോറാം കൂടെ കൊണ്ടുവന്നു. ദാവീദ് അവ കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഏദോമ്യർ, മോവാബ്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ, അമലേക്യർ തുടങ്ങി താൻ കീഴ്പ്പെടുത്തിയ സകല ജനതകളിലും നിന്ന് എടുത്ത വെള്ളിയും പൊന്നും റഹോബിൻ്റെ മകനും സോബാ രാജാവുമായ ഹദദേസറിൽ നിന്നെടുത്ത കൊള്ളയും ദാവീദ് കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഉപ്പ് താഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ കൊന്നൊടുക്കി മടങ്ങി വന്നപ്പോൾ ദാവീദ് കൂടുതൽ പ്രശസ്തനായി. അവൻ ഏദോമിൽ കാവൽപ്പടയെ നിയമിച്ചു. ഏദോമ്യർ ദാവീദിന് അടിമകളായി. അവൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി. തൻ്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു. സെരൂയയുടെ മകൻ യോവാബായിരുന്നു സൈന്യാധിപൻ. അഹിലൂദിൻ്റെ മകൻ യഹോശാഫത്ത് നടപടിയെഴുത്തുകാരനും അഹിത്തൂബിൻ്റെ മകൻ സാദോക്കും അബിയാഥാറിൻ്റെ മകൻ അഹിമലേക്കും ആയിരുന്നു പുരോഹിതന്മാർ. സെരായിയ ആയിരുന്നു കാര്യദർശി. യഹോയിയാദയുടെ മകൻ ബനാനിയ കേത്യർക്കും പയലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിൻ്റെ പുത്രന്മാർ പുരോഹിതന്മാരും